വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഞാനൊരു പോസ്റ്റ് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CA റൌഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. ആലപ്പുഴയിൽ ഒരു വലിയ വിവാദമുണ്ടായി. 2 കൊലപാതകങ്ങൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അന്വേഷണത്തിനിടയിൽ ഒരാളെ പിടികൂടിയ മുസ്ലിം യുവാവ് പിന്നീട് അതിനുശേഷം മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നു, തന്നെ നിർബന്ധിപ്പിച്ച് ജയശ്രീരാം വിളിപ്പിക്കാൻ പോലീസുകാർ ശ്രമിച്ചു എന്ന്. ഇത് ആ യുവാവ് തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. പിന്നീട് ഈ വിഷയത്തിൽ ADGP പ്രതികരിക്കുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കും എന്ന്. ഇത് വലിയ വാർത്തയായി. ADGPയുടെ ഈ വാർത്തയുടെ ഒരു സ്ക്രീൻഷോട്ട് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചുകൊണ്ട് CA റൌഫ് എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എഴുതി. ശ്രദ്ധിച്ചു കേൾക്കണം ഈ പോസ്റ്റ്. വെല്ലുവിളിയാണോ പുതിയ ട്രെൻഡ്? എങ്കിൽ SDPI പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്ത് ആദ്യം കൊണ്ടുപോയ പോലീസ് സ്റ്റേഷനിലെയും പിന്നീട് കൊണ്ടുപോയ പോലീസ് ക്യാമ്പിലെയും ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഞാനും വെല്ലുവിളിക്കുന്നു. ഒന്നുകൂടി വായിച്ചു തരാം. വെല്ലുവിളിയാണോ പുതിയ ട്രെൻഡ്? എങ്കിൽ SDPI പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്ത് ആദ്യം കൊണ്ടുപോയ പോലീസ് സ്റ്റേഷനിലെയും പിന്നീട് കൊണ്ടുപോയ പോലീസ് ക്യാമ്പിലെയും ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഞാനും വെല്ലുവിളിക്കുന്നു. നോക്കുക, ഈ പോസ്റ്റിൽ വിദ്വേഷമുണ്ടോ, പ്രകോപനമുണ്ടോ, ജനാധിപത്യ വിരുദ്ധതയുണ്ടോ, ഭരണഘടന വിരുദ്ധതയുണ്ടോ? അല്ല എങ്കിൽ ആരെങ്കിലും ഈ പോസ്റ്റിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ? വളരെ മാന്യമായിട്ടുള്ള ഒരു പ്രതികരണം. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ പ്രതികരിച്ച ADGP ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം. കാരണം അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ADGPയെ പോലെയുള്ള ഒരാളുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ അദ്ദേഹത്തിന് അത്ര രസിച്ചു എന്ന് വരില്ല. പക്ഷേ വിഷയം അതല്ല. ഈ പോസ്റ്റിൽ കേസെടുത്തിരിക്കുന്നു. ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഈ കുറിപ്പിൽ, ഈ പ്രതികരണത്തിൽ പാലക്കാട്ടെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നുള്ളത്. ഈ പോസ്റ്റിൽ ഒരു മതവിദ്വേഷവുമില്ല. ജനാധിപത്യപരമായി ഒരാൾക്ക് പറയാനുള്ള, പ്രകടിപ്പിക്കാനുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഈ പോസ്റ്റിനകത്തില്ല. നിങ്ങൾ പറയണം, ഈ വായിച്ച പോസ്റ്റിൽ ഏതെങ്കിലും ഒരു മതവിദ്വേഷമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിന് താഴെ കമന്റ് ചെയ്യുക. ഇത് മാത്രമല്ല, 4 ജില്ലകളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് പലയിടങ്ങളിലും ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരെ ഇദ്ദേഹം നിയമപരമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കേസെടുക്കുന്നത്? ഇതെന്ത് നിയമലംഘനമാണ്? ഇതെന്തൊരു ജനാധിപത്യ വിരുദ്ധതയാണ്? ഇതെന്തൊരു ഭരണഘടന വിരുദ്ധതയാണ്? RSSന് എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മതവർഗീയതയല്ല. RSS ഒരു സംഘടനയാണ്, അതൊരു മതമല്ല, അതൊരു ജാതിയല്ല, അതൊരു സംഘടനയാണ്. ആ സംഘടനക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വർഗീയതയാവുക? ഇനി അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ, അതിൽ പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കേസെടുക്കാം. RSSകാരനെ കൊല്ലും, RSSകാരനെ ഇല്ലാതാക്കും എന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസെടുക്കാം. പക്ഷെ അതിൽ പ്രകോപനമില്ലാതിരിക്കവേ, ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളിൽ ഊന്നി സംസാരിക്കവേ, ആ വിഷയത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കേസെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് എങ്കിൽ നാളെ RSSനെതിരെ സംസാരിക്കുന്ന ആരുമാകാം. ഒരു CPMകാരനുമാകാം, ഒരു ലീഗുകാരനുമാകാം, ഒരു കോൺഗ്രസ്സുകാരനുമാകാം. ഇത് തീർത്തും എതിർക്കപ്പെടേണ്ട സംഭവം തന്നെയാണ്. റൌഫ് ഈ വിഷയത്തിൽ നിയമപരമായി പോകും എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇത് ആർക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾ, നമുക്ക് ഈ രാജ്യം നൽകുന്ന അവകാശങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഇവിടെ ജനാധിപത്യം ഉണ്ടാവുക? എങ്ങനെയാണ് ഇവിടെ മതേതരത്വം ഉണ്ടാവുക? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് വേട്ടയാടുന്നു എന്ന് തന്നെ ചുരുക്കം. ഇതാര് ചെയ്താലും തെറ്റാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രവർത്തകനോ
ഒരു പാർട്ടിയുടെ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആളോ ആര് ചെയ്താലും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തെറ്റാണ്. അവിടെ ഇപ്പോഴുള്ളത് പോലീസാണ്. പോലീസ് എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? നിങ്ങൾ അങ്ങോട്ടേക്കൊന്ന് നോക്കുക, RSSന്റെ ഭാഗത്തേക്ക്, സംഘപരിവാറിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കുക. അവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത്? അവർ പരസ്യമായി നടു റോഡിൽ ഇറങ്ങിയിട്ട് തലവെട്ടും, നിസ്കരിക്കാൻ തൊപ്പി ഉണ്ടാകില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു മതത്തെ മുഴുവനായും മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലാണ് അവിടെ അവർ വിദ്വേഷം പരത്തുന്നുള്ളത്. അവരൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ജയിലിനകത്തുണ്ടോ? അവരിപ്പോൾ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടിട്ട് ജയിലിൽ പോയിട്ടുണ്ടോ? ചുരുക്കം ചില ആളുകൾ. എന്നാൽ മറിച്ചു നോക്കുമ്പോൾ തീർത്തും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നവർ അറസ്റ്റിലാക്കപ്പെടുന്നു. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കൈമലർത്തി കാണിക്കുന്നു എന്നാണ് പറയാനുള്ളത്. റൌഫി വിഷയത്തിൽ പ്രതികരിക്കുന്നുള്ളത് ഇങ്ങനെയാണ്. ഞാൻ കാരണം ചോദിച്ചപ്പോൾ അവര് പറയാണ് മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് എന്ന്. എന്തൊരവസ്ഥയാണ്! നമ്മുടെ ജനാധിപത്യത്തെ ഇങ്ങനെ കശാപ്പ് ചെയ്യരുത്. നമ്മുടെ അവകാശങ്ങളെ ഇങ്ങനെ ഇല്ലാതാക്കരുത്. ഇത് കേരളമാണ്, ഇത് മതേതര ഭൂമിയാണ്. ഇവിടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻപും പോരാട്ടം ഉണ്ടായിട്ടുണ്ട്, ഇനിയും പോരാട്ടം ഉണ്ടാകും. എത്ര കേസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും? എത്ര കേസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും? ജനാധിപത്യപരമായിട്ട് അതിൽ തെറ്റുണ്ട് എങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതിൽ തങ്ങൾ പ്രതികളല്ല എങ്കിൽ തങ്ങൾ പ്രതികളല്ല എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും. നിങ്ങളത് കേൾക്കുന്നോ കേൾക്കുന്നില്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ നിലവാരം അനുസരിച്ചിരിക്കും. എന്തായാലും വളരെ മോശമായി പോയി. CA റൌഫിനെ പോലെയുള്ള വളരെ നല്ല രീതിയിൽ ജനാധിപത്യപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഒരു നേതാവിനെ ഇങ്ങനെ വേട്ടയാടുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. വളരെ മോശമായ കാര്യമാണ്. പോലീസിന്റെ സമീപനം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരവസ്ഥയാണ്. പോലീസിനകത്ത് ഒരുപാട് നല്ലവരുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ജനാധിപത്യ മതേതര മൂല്യം വെച്ച് പുലർത്തുന്നവരുണ്ട്. പക്ഷേ അവർക്കൊക്കെ കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ ഒരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് CPM സംബന്ധിച്ച കാര്യമാണ്, കോൺഗ്രസ് സംബന്ധിച്ച കാര്യമാണ്, ലീഗ് സംബന്ധിച്ച കാര്യമാണ്. കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധ ചേരിയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മനുഷ്യരും സമ്മതിച്ച പച്ചയായ സത്യമാണ്. ആ സത്യം ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. CA റൌഫിനെതിരെയുള്ള ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഒരു പാർട്ടിയുടെയും ആളല്ല, ഒരു സംഘടനയുടെയും ആളല്ല. ജനാധിപത്യ വിരുദ്ധത എവിടെ കാണുന്നുവോ ആ വിഷയത്തിൽ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു മതേതര വിശ്വാസിയുടെ, ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമായതുകൊണ്ട് തന്നെ ആ കടമ നിർവഹിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.